ഗൈസ് ബാംഗ്ലൂരിൽ നിന്ന് നമ്മളിന്ന് ത്രിഫ്റ്റ് ചെയ്യാനുള്ള പ്ലാനാണ്. സോ ഇപ്പോൾ നമ്മൾ 4:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ. ഏർലി മോർണിംഗ്സിലാണ് ഈ ത്രിഫ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമ്മളൊരു 4 മണി 5 മണി സമയത്ത് ഇറങ്ങുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ആസ് യൂഷ്വൽ ബാംഗ്ലൂരിൽ ഭയങ്കര തിരക്ക് തന്നെയാണ് ഈ സമയത്തും. അതും രാവിലെ 5 മണിയാവാൻ പോകുന്നേ ഉള്ളൂ. ലോങ് പോകുന്ന ബസ്സുകളുള്ളതുകൊണ്ടാണ് ഓൾമോസ്റ്റ് ഈ തിരക്കുകൾ കൂടുന്നത്. അതിനിടയിൽ നമ്മുടെ വണ്ടിയിൽ ഇവിടുത്തെ വണ്ടി വന്ന് ഇടിച്ചിട്ടുണ്ടായിരുന്നു. ലോക്കൽസ് ആയിരിക്കാം, കാരണം അവർ വണ്ടിക്ക് ഹെഡ്ലൈറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ വണ്ടി സൈഡാക്കി ചെക്ക് ചെയ്ത് നോക്കി, വണ്ടിക്ക് കാര്യമായിട്ടൊന്നും അങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചെറിയ ഡെന്റും കാര്യങ്ങളും മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മളത് കാര്യമാക്കുന്നില്ല. എന്താ വെച്ചാൽ ബാംഗ്ലൂരിൽ നിന്നുള്ള തട്ടലും മുട്ടലും സർവ്വസാധാരണ എല്ലാവർക്കും അറിയാം. സോ നമ്മളത് കാര്യമായിട്ട് കാര്യമില്ല. ഗൈസ് അങ്ങനെ നമ്മൾ ലൊക്കേഷനിലേക്ക് എത്താൻ പോവാണ്. ഇതാണ് ചിക്പേട്ട്. ഓൾമോസ്റ്റ് ഇപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാരോട് വന്ന് അറിഞ്ഞു വെക്കുന്നുണ്ട്. ലൊക്കേഷനിലേക്ക് കറക്റ്റ് അറിയില്ലെങ്കിൽ ചിക്പേട്ട് മെട്രോ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെ ഈ സ്ഥലമുള്ളത്. രാവിലെ മഴയായിട്ട് തന്നെ ഇഷ്ടം പോലെ ആൾക്കാരോട് എത്തിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് മലയാളീസ് തന്നെ ഏറ്റവും കൂടുതലുണ്ടായത്. എല്ലാ സൺഡേസിലും ത്രിഫ്റ്റ് മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ആണ്. സോ ചിക്പേട്ട് എന്നുള്ള സ്ഥലങ്ങൾ മറക്കണ്ട. മെയിനായിട്ട് ഓർത്തിരിക്കേണ്ടത് നമ്മൾ നേരത്തെ എത്തുക. ഒരു 5-5:30 ആകുമ്പോൾ തന്നെ ഇവിടെ എത്താൻ ശ്രമിക്കുക. അതെന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ റയർ ആയിട്ടുള്ള സാധനങ്ങൾ പെട്ടെന്ന് വിറ്റു. പിന്നെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഭയങ്കര തിരക്കാണ്. സോ പേഴ്സും കാര്യങ്ങളൊക്കെ സേഫ് ആക്കി വെക്കുക. എല്ലാ ഷോപ്പേഴ്സും അവരുടെ സാധനങ്ങൾ അൺലോഡ് ചെയ്ത് എടുക്കുക. അപ്പോൾ നമ്മളൊരു ഷോപ്പിന്റെ ഭാഗത്തേക്ക് കയറി നിൽക്കുക. ഇതുപോലത്തെ ഒരുപാട് ഷോപ്പുകൾ ഇട്ടിട്ടുണ്ട്. എല്ലാ ഷോപ്പിലും ഈ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. എല്ലാവരും പെട്ടെന്ന് തന്നെ സാധനം എടുക്കാൻ വേണ്ടി തിരക്കിലാണ്. സോ നമുക്ക് വേണ്ട ഡ്രസ്സുകൾ തപ്പി പിടിക്കണമെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടേണ്ടി വരും. സോ കഷ്ടപ്പെട്ട സാധനം കിട്ടുന്നതായിരിക്കും. അങ്ങനെ നമ്മൾക്ക് ഷോപ്പിൽ സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. എല്ലാവരും തപ്പിക്കൊണ്ട് നിൽക്കുമെന്ന്. കൈ കിട്ടിയ സാധനം പെട്ടെന്ന് നോക്കി വെക്കണം, ഇല്ലെങ്കിൽ കിട്ടില്ല. അതുപോലെ ഡാമേജും കാര്യങ്ങളുണ്ടോ നോക്കണം, കാരണം അങ്ങനത്തെ ഒരുപാട് ഡ്രസ്സുകളുണ്ട്. 50, 100, 200 റേഞ്ചിലാണ് എല്ലാ ഡ്രസ്സും ഉള്ളത്. ഈവൻ പാൻസ് ആണെങ്കിലും എല്ലാം നമുക്ക് ആ ഒരു റേഞ്ചിൽ തന്നെ മേടിക്കാൻ പറ്റും. നല്ല ബ്രാൻഡഡ് സാധനങ്ങൾ നമ്മൾ നോക്കിയെടുക്കണം. ഇതിന്റെ ഇടയിൽ ഒരുപാട് ചത്ത സാധനങ്ങളുണ്ട്. അഡിഡാസിനൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ജാക്കറ്റ്സ് ആണ് ഇതൊക്കെ. പക്ഷെ നമ്മൾ നോക്കേണ്ടത് ഡാമേജ് ഉണ്ടോ എന്ന് മാത്രമാണ്. റെയർ കളക്ഷൻ ഡ്രസ്സിനോട് താല്പര്യമുള്ളവർക്കും ത്രിഫ്റ്റ് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും പറ്റിയ ബെസ്റ്റ് സ്ഥലമാണ്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, ഓക്കെ ബൈ.